ഇസ്ലാമിനെ സംബന്ധിച്ച് അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി പല തരത്തിലുള്ള ചർച്ചകളും നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. അതിൽ വളരെ ഗഹനവും ആഴവുമുള്ളതായ വിഷയങ്ങളുണ്ട്. താരതമ്യേന ഏത് സാധാരണക്കാരനും ഗ്രഹിക്കാൻ കഴിയുന്ന പ്രാഥമികമായ വിഷയങ്ങളുമുണ്ട്. ഇസ്ലാമിനെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയിലും ഏറ്റവും ആദ്യം നമുക്ക് വ്യക്തത വരേണ്ട, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ പ്രാഥമികമായ ഒരു പോയിൻ്റ് വിശകലന വിധേയമാക്കുവാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും കുറേ കൊല്ലങ്ങളായി നമ്മുടെ ഇതുപോലെയുള്ള പള്ളികളിൽ ജുമുഅക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ ഒരു സമഗ്ര ദർശനവും പ്രത്യയശാസ്ത്രവുമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ധാരാളം വായിച്ചിട്ടുള്ള ആളുകൾ മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുണ്ടാവുക. അപ്പോൾ എല്ലാ ആളുകളും ഇടയ്ക്ക് ഇത്തരം ചില വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന ഒരു നിഗമനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കാര്യം വളരെ ലളിതമാണ്. ഇസ്ലാം ഒരു മതമാണോ? അതല്ല, എന്താണ് ഇസ്ലാമിൻ്റെ സ്വഭാവം? നമ്മൾ സാധാരണ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം മതം എന്നാണ് പറയാറ്. അതിലുള്ള നമ്മുടെ നിലപാടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരാൾ നമ്മളോട് ഇസ്ലാം ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, എന്താ സംശയം, ഇസ്ലാം ഒരു മതമാണ്. പക്ഷേ അയാൾ തന്നെ നമ്മളോട് ഒന്നുകൂടി തറപ്പിച്ച് ചോദിക്കാൻ, ഇസ്ലാം ഒരു മതമാണോ? അല്ല, ഇസ്ലാം അങ്ങനെ ഒരു മതമല്ല. അപ്പോൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അല്ല എന്നാണ് നമ്മുടെ മറുപടി. ഇസ്ലാമിൻ്റെ ചില സവിശേഷതകളാണ് ഈ ആശയക്കുഴപ്പം, ചോദ്യകർത്താവിലും ഉത്തരം നൽകുന്നവരിലും ഈ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ്? ഇസ്ലാമിനെ നമ്മൾ മതം എന്ന് പറയാറുണ്ട്, നമ്മളുടെ ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലും പറയാറുണ്ട്. അങ്ങനെ പുസ്തകമൊക്കെ ഉണ്ട്, ഇസ്ലാം മതം എന്ന പേരിൽ. സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ലോകത്തൊരു 10-60-70 ഭാഷകളിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം റിസാലെ ദീനിയാത്ത് എന്ന് ഉറുദുവിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. മലയാളത്തിൽ ഇസ്ലാം മതം എന്നാണ് അതിൻ്റെ പരിഭാഷ. അത് ഞാൻ ആ പുസ്തകത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പറഞ്ഞതല്ല. ആ പുസ്തകത്തിൻ്റെ പ്രചാരണത്തിന് ഒരു കുറവുമില്ല. ഞാൻ ഈ ഇസ്ലാമിനെ ഒരു മതം എന്ന നിലക്ക് നമ്മൾ പ്രയോഗിക്കുന്നത് വളരെ സ്വോദ്ദേശപൂർവം തന്നെ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇസ്ലാമിനെ നമ്മളൊരു മതം എന്ന് പറയുന്നു, ഇസ്ലാമിനെ ഒരു മതമല്ല എന്നും നമ്മൾ ചില സമയത്ത് പറയുന്നു. മതം എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് എപ്പോഴെങ്കിലും നിങ്ങളാരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇസ്ലാമിനെ മതം എന്ന് പറയാനുള്ള കാരണം, പൊതുവെ മതങ്ങൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളിൽ ഒരൊറ്റ നോട്ടത്തിൽ ഇസ്ലാമും മറ്റു മതങ്ങളെപ്പോലെയാണ്. അതുകൊണ്ട് ഇസ്ലാം ഒരു മതമാണ്. എന്താണ് മതങ്ങളുടെ പൊതുവെയുള്ള ലക്ഷണം? എല്ലാ മതങ്ങൾക്കും മനുഷ്യർക്ക് ഉപരിയായ, മനുഷ്യർക്കതീതനായ, മനുഷ്യരുടെ മേലെയുള്ള ഒരു ശക്തിയിൽ വിശ്വാസമുണ്ട്. അതിന് ദൈവവിശ്വാസം, ഈശ്വരവിശ്വാസം എന്നൊക്കെ പൊതുവെ നമ്മൾ പറയും മലയാളത്തിൽ. ഏതാണ്ട് എല്ലാ മതങ്ങൾക്കുമുണ്ട്. അപൂർവം ചില മതങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല. അതല്ല ഇപ്പോൾ നമ്മുടെ ചർച്ച. അപ്പോൾ പൊതുവിൽ എല്ലാ മതങ്ങൾക്കും മനുഷ്യർക്കുപരിയായ ഒരു ശക്തിയിൽ വിശ്വാസമുണ്ട്, ഒന്ന്. രണ്ടാമത്തത്, എല്ലാ മതങ്ങൾക്കും പുണ്യപുരുഷന്മാരിൽ വിശ്വാസമുണ്ട്. മൂന്നാമത്തത്, എല്ലാ മതങ്ങൾക്കും ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വാസമുണ്ട്. നാലാമത്തത്, എല്ലാ മതങ്ങൾക്കും പൊതുവായ ഒരു പുണ്യ സ്ഥാനമുണ്ട്, ഒരു വിശുദ്ധ സ്ഥലം. അഞ്ചാമത്തത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്തോ ഒരു കാഴ്ചപ്പാട് മതങ്ങൾക്കൊക്കെയുണ്ട്. എന്തോ ഒരു കാഴ്ചപ്പാട് എന്ന് പറയാൻ കാരണം, ചിലത് പുനർജന്മമായിരിക്കും, ചിലപ്പോൾ മരണാനന്തര ജീവിതം എന്ന ഒരു പരലോക സങ്കല്പമായിരിക്കും, എന്തോ ആകട്ടെ, വിശദാംശം ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ, ഈ 5 കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ പൊതുവിൽ മതങ്ങളുടേതായി പരിചയപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളിലും ഒരൊറ്റ നോട്ടത്തിൽ ഇസ്ലാം മറ്റു മതങ്ങളെ പോലെ തന്നെയാണ്. മറ്റു പിന്നെ മതവിഭാഗങ്ങൾക്ക് അവരുടേതായ ഈശ്വര വിശ്വാസമുള്ളതുപോലെ നമ്മൾ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട്.
മറ്റു മതങ്ങൾക്ക് അവതാര പുരുഷന്മാരിലോ ദൈവപുത്രന്മാരിലോ പുണ്യപുരുഷന്മാരിലോ വിശ്വാസമുള്ളതുപോലെ നമ്മൾ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലും ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ മികവിനും തികവിനും ആവശ്യമായ കാര്യവുമാണ്. അത് ഇല്ലാതെ ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് പുണ്യപുരുഷന്മാരുണ്ട്. വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് പ്രവാചകന്മാരുണ്ട്. അവർക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. നമുക്കും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ദിവ്യ ഗ്രന്ഥമുണ്ട്. അവർക്ക് പുണ്യപ്രദേശങ്ങളുണ്ട്. നമ്മൾ മക്ക എന്ന് പറയുന്ന പ്രദേശത്തെ അങ്ങനെ ഒരു വിശുദ്ധ ഗേഹമായിട്ടാണ് മസ്ജിദുൽ ഹറാമിനെ മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ളത്. പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് 3 ഇടങ്ങളിലേക്ക് മാത്രമേ തീർത്ഥാടനം പാടുള്ളൂ എന്ന് ഹദീസിലുണ്ട്. സ്ഥാനത്തിൽ ഒന്നാമത്തേത് മസ്ജിദുൽ ഹറാം, രണ്ടാമത്തേത് മസ്ജിദുൽ നബവി, മൂന്നാമത്തേത് മസ്ജിദുൽ അക്സ. 4ാമത്തെ ഒരു സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു കൂട്ടർ നേരത്തെ കാലത്തെ ബസ് ബുക്ക് ചെയ്ത് നിയ്യത്ത് ചെയ്ത് ഇന്ന ദിവസമാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത് എന്ന് തീരുമാനിച്ച് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ യാത്ര പറഞ്ഞ് പുണ്യം ഉദ്ദേശിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റാണ്. ഒരു ടൂർ എന്ന നിലക്ക് പോകാം, വിനോദയാത്ര എന്ന നിലക്ക് വിനോദത്തിൽ അനുവദനീയമായ എല്ലാ പരിധികളും പാലിച്ചുകൊണ്ട് സാധാരണഗതിയിൽ നിഷിദ്ധമായതൊക്കെയും വിനോദത്തിലും വിനോദയാത്രയിലും നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒരു സംഘത്തിന് യാത്ര പോകാവുന്നതാണ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെടാവുന്നത് 3 സ്ഥലങ്ങൾക്കാണ്. അപ്പോൾ പുണ്യസ്ഥാനങ്ങളുണ്ട്. പിന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മറ്റ് പല മതങ്ങൾക്കും സങ്കല്പങ്ങളുള്ളതുപോലെ ഇസ്ലാമിന് കൃത്യമായ ഒരു പരലോക വിശ്വാസമുണ്ട്. അപ്പോൾ ഇസ്ലാം ഒരു മതമാണോ? ഇസ്ലാം ഒരു മതമാണ്. എന്തുകൊണ്ട്? മതങ്ങളുടെ ബാഹ്യലക്ഷണങ്ങളിൽ ഒരൊറ്റ നോട്ടത്തിൽ ഇസ്ലാം മതം പോലെയാണ്. മതങ്ങളുടെ ബാഹ്യലക്ഷണങ്ങളിൽ ഒറ്റ നോട്ടത്തിൽ ഇസ്ലാം മതം പോലെയായതുകൊണ്ട് ഇസ്ലാം ഒരു മതമാണ്. ഇതാണ് ഇസ്ലാമിനെ നമ്മൾ മതം എന്ന് പറയാനുള്ള ഏക കാരണം. ഇനി ഇസ്ലാം ഒരു മതമാണോ? വീണ്ടും ചോദ്യം വരികയാണ്. അപ്പോൾ നമ്മുടെ മറുപടി ഇസ്ലാം അങ്ങനെ ഒരു മതമല്ല. എന്തുകൊണ്ടല്ല? മതങ്ങൾക്ക് മൗലികമായ 2 പ്രധാന പരിമിതികളുണ്ട്. വേറെയും കണ്ടെത്താൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട 2 പരിമിതികൾ മതങ്ങൾക്കുണ്ട്. ഇത് രണ്ടും ഇസ്ലാമിന് ബാധകമല്ല. മതങ്ങളുടെ ഏറ്റവും വലിയ 1ാമത്തെ പരിമിതി മതങ്ങൾ പാരമ്പര്യത്തിലൂടെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ആയിരക്കണക്കായ ഹിന്ദു സഹോദരങ്ങളോടും ക്രൈസ്തവ സഹോദരങ്ങളോടുമൊക്കെ അവരെങ്ങനെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ആയത് എന്ന് അന്വേഷിച്ചാൽ അവരുടെ മാതാപിതാക്കൾ ഏതിലാണോ അതിൽ ഇവർ വന്നു ചേർന്നതാണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മുസ്ലിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം അങ്ങനെയാണോ അല്ലേ എന്നതല്ല നമ്മുടെ പ്രശ്നം. ഇസ്ലാമിൽ അടിസ്ഥാനപരമായി പാരമ്പര്യത്തിന് എന്ത് സ്ഥാനമുണ്ട് അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. അപ്പോൾ പാരമ്പര്യമാണ്, അല്ലാതെ ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ ഒരു ഉംറക്ക് പോകാൻ തീരുമാനിച്ചാൽ ഉംറ ക്ലാസ് നടത്തുന്നുണ്ട്. ആ ഉംറ ട്രിപ്പ് നടത്തുന്ന ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് ആവശ്യത്തിലധികം ദിക്റും ദുആയും അവരാളുകളെ കൊണ്ട് പഠിപ്പിച്ച് ടെൻഷനാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉംറക്കൊന്നും ഇങ്ങനത്തെ ഒരു ഇടങ്ങേറുമില്ല. അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് നിയ്യത്ത് ഉറക്കെ ഉംറൻ്റെയും ഹജ്ജിൻ്റെയും നിയ്യത്ത് മനസ്സിൽ കരുതുക മാത്രമല്ല നാവ് കൊണ്ട് പറയുക കൂടി ചെയ്യുന്നത് റസൂലുള്ളാഹിയുടെ ചര്യയാണ്. അതുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിച്ച് അങ്ങ് നിർവഹിക്കാവുന്നൊരു കാര്യമാണ് ഈ ഉംറ. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയിൽ അപ്പോൾ ആവശ്യമുള്ള ആ കർമ്മങ്ങൾ പഠിപ്പിക്കാൻ തന്നെ എല്ലാ സംഘങ്ങളും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒസ്വാസ് കൂടിയിട്ട് സങ്കീർണതകൾ വരുന്നു എന്ന ഒരു പ്രശ്നമുണ്ടാകാം. ശബരിമലക്ക് പോകുന്ന ആളുകൾക്ക് അവിടെ പോയിട്ട് നിർവഹിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ക്ലാസ്സൊന്നുമില്ല. ഈ മറ്റു മതവിഭാഗങ്ങളുടെ തീർത്ഥാടനത്തിന് പോകുന്ന ഏതെങ്കിലും കൂട്ടർക്ക് അവിടെ ചെന്നിട്ട് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് അടിസ്ഥാനപരമായി പഠിപ്പിക്കപ്പെടുന്നില്ല. നമ്മളുടെയൊക്കെ കുട്ടികൾ മദ്രസകളിൽ പഠിക്കുന്നുണ്ട്. മദ്രസകളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് ഈ സ്കൂളിൽ നിന്ന് മോറൽ സ്റ്റഡീസ് കിട്ടുന്നുണ്ട് എന്ന ഒരു വിശ്വാസം നമുക്ക് സമാധാനം തരുന്നുണ്ട്. ഞാൻ വിശ്വാസം എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ആ വിശ്വാസം നമുക്ക് സമാധാനം തരുന്നുണ്ട്. അതൊരു വിശ്വാസമെന്ന് മാത്രമല്ല, പ്രയോഗതലത്തിൽ അത് ആ വിശ്വാസത്തിന് നിലനിൽപ്പില്ല എന്ന് തോന്നുന്ന രക്ഷിതാക്കൾ മദ്രസയുടെ കമ്മി നികത്താൻ എന്തോ സംവിധാനങ്ങളെക്കുറിച്ച് നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ലാതെ ഒരു മുസ്ലിമിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം നമ്മുടെ കുട്ടികളെ നമ്മൾ മതം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹിന്ദു കുട്ടികളാണ്. നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് നമ്മുടെ ഏറ്റവും വലിയ സഹോദര സമുദായം ഹിന്ദുക്കളാണ്. ഇവർക്കൊന്നും മദ്രസയൊന്നുമില്ല. വേദപഠനത്തിനുള്ള ഒരു സംവിധാനവുമില്ല.
അവർ രാവിലെ കിടന്നുറങ്ങിയിട്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുളിച്ച് റെഡിയായിട്ട് സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളോടൊപ്പം വരുന്നു. അവരുടെ മക്കളും നമ്മുടെ മക്കളും കൂടി സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നത് നമ്മുടെയൊക്കെ മുത്തച്ഛന്മാർ കുരങ്ങുകളായിരുന്നു എന്നും മറ്റുമാണ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അതാണ് പഠിപ്പിക്കുന്നത്. ആ മതം പഠിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ എവിടെ നിന്നാണ് അവർക്ക് മതം കിട്ടിയത്? ഇവർക്ക് അവരുടെ വലിയവരെ മതം പഠിപ്പിക്കാനും സംവിധാനങ്ങളില്ല. നമ്മളിൽ പുരുഷന്മാർ അവർക്ക് സ്ത്രീകളുമൊക്കെ അവർക്ക് സാധ്യമാകുന്നിടത്തോളം ഖുർആൻ സ്റ്റഡി സെൻ്ററുകളിലോ മറ്റ് മതപഠന വേദികളിലോ ഏർപ്പെടുന്നുണ്ട്. നന്ന ചുരുങ്ങിയത് ഓരോ മുസ്ലിമും ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. പള്ളിയിൽ ഇത് ഖുതുബ അറബിയിലാണെങ്കിൽ മുമ്പോ ശേഷമോ എന്തോ ഒരു ഉത്ബോധനം ഈ ജനങ്ങൾക്ക് കൊടുക്കണം എന്ന ഒരാഗ്രഹം കമ്മിറ്റിക്കും അത് കൈകാര്യം ചെയ്യുന്നവർക്കുമുണ്ട്. ജനങ്ങളിലേക്ക് എത്താറില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഈ സമുദായങ്ങളിലില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ ഹിന്ദുവായത്? പാരമ്പര്യം, ഈ മതത്തിൻ്റെ ഷിപ്പ് അവർക്ക് കിട്ടുന്നത് പാരമ്പര്യത്തിലൂടെയാണ്. പാരമ്പര്യത്തിലൂടെ കിട്ടിയ മതത്തിൻ്റെ ഷിപ്പ് അനുകരണത്തിലൂടെയാണ് നിലനിർത്തുന്നത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ചർച്ചിലോ അമ്പലത്തിലോ ഒക്കെ പോയാൽ മുമ്പിൽ ചെയ്യുന്നവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അതുപോലെ അനുകരിക്കുകയാണ് പിന്നാലെ പോകുന്നവർ, അല്ലാതെ പഠിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ മതങ്ങളുടെ ഒന്നാമത്തെ പരിമിതി അത് പാരമ്പര്യത്തിലൂടെ കിട്ടുകയും അനുകരണത്തിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മതങ്ങളുടെ ഒന്നാമത്തെ പരിമിതി. മതങ്ങളുടെ രണ്ടാമത്തെ പരിമിതി, ഒരു മതസങ്കല്പമനുസരിച്ച് ഏറ്റവും നല്ല പുരുഷനും സ്ത്രീയും ആരാണ്? നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഏറ്റവും നല്ല പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ബ്രഹ്മചര്യം സ്വീകരിച്ച് എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് എവിടെയെങ്കിലും പോയി ധ്യാനമോ തപസ്സോ അനുഷ്ഠിക്കുന്നവരാണ്. ശങ്കരാചാര്യരെ പോലെയുള്ള ആളുകൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാമക്രോധഞ്ചലോപഞ്ചദേഹേ ചിഷ്ടദിഷ്ടഷ്കര ജ്ഞാനരത്നാപഹാരായ തസ്മാ ജാഗ്രത ജാഗ്രത. അപ്പം കാമം, ക്രോധം, ലോഭം ഈ മൂന്നുമാണ് നമ്മുടെ ജ്ഞാനമാകുന്ന രത്നത്തെ അപഹരിച്ചു കളയുന്നത്. അതുകൊണ്ട് അതിനെ നിഗ്രഹിക്കുമ്പോഴാണ് ജ്ഞാനിയാകുന്നത്. ഒരാൾക്ക് ജ്ഞാനിയാകണമെങ്കിൽ കാമത്തെ നിഗ്രഹിക്കണമെന്നതാണ്, നിയന്ത്രിക്കണമെന്നതല്ല. നിയന്ത്രണം എല്ലാ ഇസ്ലാമിലുമുണ്ട്. ദേഷ്യത്തെ നിയന്ത്രിക്കുക, കാളിമീനൽ ഓയിൽ വല്ലദീനഹും ഫി ഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വരി കൂടി അള്ളാഹ് അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഇല്ലാ അല ഐമാനിഹിം മൗമാ മലക്കത്ത് ഐമാനുഹും ഇല്ലാ അല സുവാജിഹിം, അവരുടെ ഇണകളോട് അല്ലെങ്കിൽ അവർ വെലങ്കൈ ഉടമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് നിയമവിധേയമായി ഇയാളുടെ കീഴിലുള്ള അടിമകളുടെ കാര്യത്തിൽ ഈ ഇളവുകളല്ലാതെ ഈ ഇളവുകൾ ഒഴിച്ച് അതിനപ്പുറം ആഗ്രഹിക്കുന്നവർ ആക്ഷേപാർഹരാണ്. പക്ഷേ മതം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഒരു ഹിന്ദു മതസങ്കല്പം അനുസരിച്ച് ഏറ്റവും നല്ല പുരുഷൻ ബ്രഹ്മചര്യം സ്വീകരിച്ചവനാണ്. എങ്ങനെ എല്ലാവർക്കും നന്നാകാൻ കഴിയുന്നില്ല എന്നിടത്തു നിന്നാണ് ഈ കുടുംബവും വിവാഹവും ഒക്കെ നാട്ടിൽ നിങ്ങൾ കാണുന്നത്. ഹിന്ദു സങ്കല്പം അനുസരിച്ച് ഏറ്റവും നല്ല സ്ത്രീയും ഇങ്ങനെ സന്യാസിനിയാണ്. നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് ഏതോ ഒരു ഗേറ്റിൻ്റെ ഭാഗത്ത് ഒരു ഏകലവ്യാശ്രമം എന്ന് പറയുന്ന ഒരു മഠത്തിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു 1.5 മാസം മുമ്പ് ഞാൻ സന്ദർശിച്ചു. അപ്പോൾ ഒരു 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള എല്ലാ പ്രായത്തിലും പെട്ട പെൺകുട്ടികൾ, സ്ത്രീകൾ മാത്രമുള്ള ഒരു മഠമാണത്. നടത്തിപ്പുകാരൊക്കെ പുരുഷന്മാരാണ്. സന്യാസമാണ് അവിടെ, കാഷായ വസ്ത്രം ധരിച്ച്. എന്തിനാണിത് പറയണതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടരുടെ മതം എങ്ങനെയാണ്, നമ്മളുടെ മതം അതിൻ്റെ ആ കാഴ്ചപ്പാടിൽ എവിടെ നിൽക്കുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ. അപ്പോൾ വിവാഹ ജീവിതം നിഷിദ്ധമാണ്. നമ്മുടെ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കത്തോലിക്കർ, ഏറ്റവും പ്രബല വിഭാഗം എന്ന് പറയുന്നത് കത്തോലിക്കരാണ്, ക്രിസ്ത്യാനികളിലെ കത്തോലിക്കർ. കത്തോലിക്ക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം നിഷിദ്ധമാണ്. അവരിലെ ഏറ്റവും നല്ല പുരുഷന് ഇടവകകളുടെ അച്ഛൻ മുതൽ മേലെ മാർപ്പാപ്പ വരെ മുഴുവൻ ആളുകളും വിവാഹ ജീവിതം നിഷിദ്ധമാക്കപ്പെട്ടവരാണ്. മാർപ്പാപ്പൻ്റെ പേരക്കുട്ടിയെന്നൊന്നും പറഞ്ഞിട്ട് ഒരാൾ വരില്ല. കാരണം അങ്ങനെയാണ് അവരുടെ സങ്കല്പം. മതസങ്കല്പമാണ് ഈ പറയുന്നത്. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ഖാനിത്താത്തുൻ സാലിഹാത്തുൻ ഖാനിത്താത്തുൻ ഹാഫിളാത്തുൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ അവരുടെ സങ്കല്പത്തിലെ ഏറ്റവും നല്ല സ്ത്രീ കന്യാസ്ത്രീയാണ്. ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഒരു പ്രദേശത്തെ മുഴുവൻ മനുഷ്യന്മാരും ഇങ്ങനെ അങ്ങോട്ട് നന്നാകാൻ തീരുമാനിച്ചാൽ അടുത്ത തലമുറയിൽ മനുഷ്യന്മാരുണ്ടാവില്ല. അവസാനത്തെ ആളും മരിക്കുന്നതോടുകൂടി ആ പ്രദേശം ജനശൂന്യമാകും. ഇപ്പം നമ്മളെല്ലാവരും കൂടി പുരുഷന്മാർ മുഴുവനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയും
നമ്മളുടെ ഭാര്യമാരും സഹോദരിമാരും പെൺമക്കളുമൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയും നന്നാകാൻ തീരുമാനിച്ചാൽ ഇസ്ലാമിക ലോകത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുമോ? ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് കഴിയും. പുരുഷന്മാർ മുഴുവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയും സ്ത്രീകൾ മുഴുവൻ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ പോലെയും മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നല്ലാതെ അത് തന്നെ ഒരു പ്രശ്നമായിട്ട് വരില്ല. പക്ഷേ നമ്മുടെ സഹോദര സമുദായങ്ങൾ അവരുടെ മതസങ്കല്പമനുസരിച്ചുള്ള ഏറ്റവും നല്ല പുരുഷനും ഏറ്റവും നല്ല സ്ത്രീയുമാകാൻ എല്ലാവരും കൂടി തീരുമാനിച്ചാൽ അടുത്ത തലമുറയിൽ മനുഷ്യർ തന്നെ ഇല്ലാതാവും. പത്രങ്ങളിൽ നിങ്ങൾ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സംഘ് പരിവാറിൻ്റെ നേതൃസ്ഥാനത്തുള്ള ആളുകൾക്ക് വിവാഹം അവർ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അതൊക്കെ ഇതിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് വലിയ ഉയർന്ന പോസ്റ്റിലുള്ള ആളുകൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. ഇതാണ് മതങ്ങളുടെ രണ്ടാമത്തെ പരിമിതി. ഒന്നാമത്തെ പരിമിതി ഞാൻ പറഞ്ഞു, അത് പാരമ്പര്യത്തിലൂടെ കിട്ടുകയും അനുകരണത്തിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്നുവെന്നതാണ്. മതങ്ങളുടെ രണ്ടാമത്തെ പരിമിതി അത് മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുക്കെ ഒന്നിച്ചു കാണാതെ ജീവിതത്തിൻ്റെ ചില ലക്ഷ്യങ്ങളെയും ചില ആവശ്യങ്ങളെയും മാത്രമേ അഭിമുഖീകരിക്കുന്നുള്ളൂ. അല്ലാതെ മുഴുവൻ ജീവിതത്തെയും അഭിമുഖീകരിക്കാൻ മതങ്ങൾക്ക് കഴിയുന്നില്ല. ഈ രണ്ട് വിഷയത്തിലും ഇസ്ലാം എവിടെ നിൽക്കുന്നു? ഒന്നാമത്തെ വിഷയം, പാരമ്പര്യത്തിലൂടെ ഒരാൾക്ക് ഇസ്ലാം കിട്ടും. പാരമ്പര്യത്തിലൂടെ ഒരാൾ മുസ്ലിമാകും എന്ന് നമ്മൾ പറയും. ഏതുവരെ? ബാപ്പയും ഉമ്മയും മുസ്ലിമാണെങ്കിൽ അയാളുടെ മകൻ അല്ലെങ്കിൽ മകൾ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടും പ്രായപൂർത്തിയാകുന്നതുവരെ. പിന്നെ കർമ്മശാസ്ത്രം അനുസരിച്ച് ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ള ഒരു രാജ്യത്ത് ബാപ്പയും ഉമ്മയും മുസ്ലിമാണെങ്കിൽ മക്കളെ മുസ്ലിമായിട്ട് ഗണിക്കും എന്ന് പറഞ്ഞാൽ ഏത് പേഴ്സണൽ ലോ ആണ് ഇവർക്ക് ബാധകം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ പേഴ്സണൽ ലോ ഏതാണോ അത് നോക്കിയിട്ട് ഇവരുടെ വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് മാത്രമാണ്. അല്ലാത്ത അതിൻ്റെ മറ്റ് ഭാഗങ്ങളെപ്പറ്റി ഒരു വലിയ ചർച്ചയുണ്ട്. ഞാൻ പിന്നെ പറയാം അതിനെ സംബന്ധിച്ച് വേറൊരു അവസരത്തിൽ. പാരമ്പര്യം ഇസ്ലാമിൽ ഇല്ല എന്ന് സ്ഥാപിക്കാൻ അള്ളാഹു അത്രമേൽ സമയം വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് കേവല പാരമ്പര്യത്തിലൂടെ മാത്രം ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല. മാതാപിതാക്കൾ മുസ്ലിങ്ങളാണെങ്കിൽ മക്കളെ മുസ്ലിമായിട്ട് പരിഗണിക്കും. മരിച്ചാൽ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അവരെ മറവ് ചെയ്യും. പക്ഷേ പ്രായപൂർത്തിയെത്തിയ ശേഷം ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്ത് നിർവഹിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. അൽ ഇസ്ലാമു ദീനു ഇൽമിൻ വ അമൽ. ഇസ്ലാം അറിവിൻ്റെയും അതനുസരിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും ദീനാണ്. അറിവിൻ്റെ ദീനാണ് എന്ന് മാത്രമല്ല, അറിയാത്തത് അംഗീകരിക്കരുത് എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ നിങ്ങൾക്ക് കാണാം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് അറിവില്ലാത്തത് നീ അംഗീകരിക്കരുത്. കാരണം ഇന്ന സമഅ കാണാനുള്ള കഴിവ്, വൽ ബസറ കാണുവാനുള്ള കഴിവ്, വൽ ഫുആദ ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള ശേഷി, ഇതൊക്കെ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് വളരെ കൃത്യമായി നിനക്ക് ബോധ്യമുള്ളതേ നിന്റെ ജീവിതത്തിൻ്റെ അസ്ഥിവാരമായി നീ അംഗീകരിക്കാവൂ. വിശ്വാസിയോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് ലേശം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, വല്ലദീന ഇദാ ദുക്കിറൂ ബി ആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മ ഉംയാന. അവരുടെ മുമ്പിൽ സാക്ഷാൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാലും അർത്ഥമറിയാതെ ആശയം ഗ്രഹിക്കാതെ അവർ അതിന്മേൽ മുഖം കുത്തി വീഴില്ല. സുമ്മൻ വഉംയാനൻ, അന്ധനും ബധിരനുമായി. അങ്ങനെയാണ് അള്ളാഹ് പറയുന്നത്. സാക്ഷാൽ ഖുർആനായി തോതപ്പെട്ടാലും കാര്യം ഗ്രഹിച്ചതിന് ശേഷമേ അംഗീകരിക്കൂ. അങ്ങനെ അംഗീകരിക്കാവൂ എന്ന് അള്ളാഹ് വേറെ സ്ഥലത്ത് പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? നിന്റെ കണ്ണിനും കാതിനും കൽബിനും നീ നാളെ മറുപടി പറയണം. വലാ തസിറു വസിറത്തും ബിസ്റ ഉഖ്റ. ഒരാൾ ചെയ്തതിൻ്റെ പാപഭാരം വേറൊരാൾ ഏറ്റെടുക്കില്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ പല അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനിൽ കാണാം. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കാര്യത്തിൽ സ്വയം ഉത്തരവാദിത്തമുള്ളവനാണ്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഓരോ മനുഷ്യൻ്റെയും ഭാഗ്യ സൗഭാഗ്യങ്ങൾ അവനവനിൽ തന്നെ നിക്ഷിപ്തമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പം മതങ്ങൾ പാരമ്പര്യത്തെയും അനുകരണത്തെയും പരിഗണിക്കുമ്പോൾ ഇസ്ലാം അറിവിനെയും അതനുസരിച്ചുള്ള പ്രവർത്തനത്തെയുമാണ് അവലംബിക്കുന്നത്. 6, 5, 11 കാര്യങ്ങൾ അടിസ്ഥാനപരമായി അറിയാതെ ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല എന്ന് നമ്മൾ സാധാരണ പറയും. ഈ 6, 5, 11 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് വെറും 11 കാര്യങ്ങളല്ല. അതിലെ ഓരോ കാര്യങ്ങൾക്കും കുറേ അനുബന്ധ കാര്യങ്ങളുണ്ട്. ഇപ്പം നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരമുണ്ട് എന്നൊരാൾ മനസ്സിലാക്കിയാൽ പോരാ.
നമസ്കാരം 5 നേരമാണ്, ഓരോ നമസ്കാരവും ഇത്ര റക്അത്താണ്, അതിൻ്റെ രൂപം ഇങ്ങനെയാണ്, അതിലേക്ക് പ്രവേശിക്കുന്നതിന് വുളു വേണം, അതിൻ്റെ ക്രമം ഇങ്ങനെയാണ് എന്നൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങൾ ചേർന്നതാണ് നമസ്കാരം എന്നൊരൊറ്റ കാര്യം. അപ്പോൾ ആ കാര്യം അറിയാത്ത ഒരാൾക്ക് അത് നിർവഹിക്കാനേ കഴിയില്ല. ഏതോ കോലത്തിൽ എന്തോ ചെയ്താൽ അത് നമസ്കാരം എന്ന ഇനത്തിൽ വരവ് വെക്കാൻ അള്ളാഹു ഏറ്റിട്ടില്ല. കാരണം അവൻ പ്രവാചകൻ വഴി വളരെ വ്യക്തമായിട്ടും ഒരു രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുവാനും അത് പകർത്തുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരാൾക്ക് അറിയില്ലെങ്കിൽ അയാൾക്ക് നമസ്കാരത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു, രൂപം അറിയില്ലെങ്കിൽ ആ ഗൗരവം ബോധ്യപ്പെട്ട നിമിഷം മുതൽ അയാൾക്ക് അറിയുന്ന സ്വഭാവത്തിൽ നമസ്കരിച്ച് തുടങ്ങാം, തകരാറില്ല. പക്ഷേ എന്നും അങ്ങനെ നമസ്കരിച്ച് തുടങ്ങിയാൽ പോരാ. ക്രമേണ അഥവാ പൊടുന്നനെ തന്നെ അയാൾ അതിൻ്റെ യഥാർത്ഥ രൂപം വശമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. കുറേ കാലം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാണ് ഒരാൾ. ഉദാഹരണത്തിന് കുറേ കാലം അയാൾ ഈ നമസ്കാരം പോലെയുള്ള മട്ടും മാതിരിയൊന്നും ഈ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഠിക്കേണ്ട കാലത്ത് ഇയാൾ അതൊന്നും പഠിച്ചിട്ടില്ല എന്ന് സങ്കല്പിക്കാം. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇയാൾ എവിടെ നിന്നൊക്കെയോ പലതും കേട്ട് നമസ്കാരത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട് നമസ്കാരത്തിലേക്ക് വന്നു. പക്ഷെ ചെല്ലാനും പറയാനൊന്നും അറിയില്ല. എങ്കിൽ അയാൾക്ക് അതിൻ്റെ ഭാഗ്യം ബോധ്യപ്പെട്ട നിമിഷം മുതൽ അയാൾ നമസ്കരിക്കാൻ ആരംഭിക്കണം. പക്ഷേ അയാൾ ഒരു ഷെഡ്യൂൾ വെച്ച് അതിലെ ഓരോ കാര്യങ്ങളും പഠിക്കണം, അല്ലാതെ നമസ്കാരമാകില്ല. അതാണല്ലോ ഇസ്ലാമിൻ്റെ സ്വഭാവം. അപ്പോൾ ഇസ്ലാം അറിവിൻ്റെയും അതനുസരിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും ധർമ്മമാണ്. മതം പാരമ്പര്യത്തെയും അനുകരണത്തെയും അവലംബിക്കുമ്പോൾ ഇസ്ലാം അറിവിനെയും അതനുസരിച്ചുള്ള പ്രവർത്തനത്തെയുമാണ് അവലംബിക്കുന്നത്. അതാണ് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം, മതങ്ങൾ ജീവിതത്തിൻ്റെ ചില വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ വശങ്ങളിലുള്ള ഊന്നൽ കാരണം എല്ലാവരും ആ അധ്യാപനം ഒരുപോലെ അങ്ങോട്ട് ഉൾക്കൊണ്ടാൽ അത് മാനവ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഒരുപക്ഷെ തിരിച്ചടി നേരിടാൻ ഇടവരുന്നു. കാരണം അവരുടേത് മോക്ഷം എന്ന സങ്കല്പമാണ്. മോക്ഷം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ കാര്യമല്ല, മോക്ഷം ആഖിറത്തിലെ കാര്യമാണ്, അല്ലെങ്കിൽ മരണാനന്തരമുള്ള അവരുടെ വിശ്വാസമാണ്. ഇസ്ലാം മോക്ഷത്തെക്കുറിച്ച് മാത്രമല്ല ക്ഷേമത്തെക്കുറിച്ച് കൂടി അതുപോലെ തന്നെ പഠിപ്പിക്കുന്നു എന്നതാണ്. നമ്മുടെ ഏറ്റവും നമുക്ക് പരിചയമുള്ള പ്രാർത്ഥന, ഇപ്പോൾ ഹജ്ജിനോ ഉംറക്കോ പോയ ആളുകൾ റുക്കുനുൽ യമാനി എന്ന് പറഞ്ഞാൽ യമനിൻ്റെ ഭാഗത്തേക്കുള്ള മൂല, ആ മൂല മുതൽ ഹജറുൽ അസ്വദിൻ്റെ മൂല വരെയുള്ള ആ ഭാഗത്തെത്തിയാൽ ലോകത്തിലെ ഏത് പ്രദേശത്ത് നിന്ന് വന്നവരാണെങ്കിലും നമുക്കറിയാം റബ്ബന ആതിന ഫിദ്ദുന്യ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ് അടുത്തടുത്ത് കിടക്കുന്ന. വമിനന്നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുന്യ മാ ലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ്. മനുഷ്യരിൽ അങ്ങനെ ഒരു കൂട്ടരുണ്ട് എന്നാണ്. റബ്ബന ആതിന ഫിദ്ദുന്യ, പടച്ചോനെ ഞങ്ങൾക്ക് ദുനിയാവ് തരണേ, ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ഇങ്ങനെ ഇയാൾ പ്രാർത്ഥിക്കുന്നു എന്ന് തോന്നത്തക്ക വിധമാണ് അയാളുടെ പ്രവർത്തനം. ദുനിയാവ്. എന്നിട്ട് അള്ളാഹ് പറയാൻ, ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്, ദുനിയാവ് തരണേ റബ്ബേ എന്ന മട്ടിൽ ജീവിക്കുന്നവർ. അവർക്ക് ആഖിറത്തിൽ നന്മയുടെയും രക്ഷയുടെയും ഒരു അംശവും ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് അടുത്ത ആയത്താണ്, ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അവരിൽ വേറൊരു കൂട്ടർ, പടച്ചവനെ ഈ ദുനിയാവിൽ നമുക്ക് ഹസനത്ത് നൽകണം, നാളെ ആഖിറത്തിലും ഹസനത്ത് ലഭിക്കണം, നന്മ, ക്ഷേമം, അഭിവൃദ്ധി, സുഖം, സ്വർഗം. അപ്പോൾ ഈ ദുനിയാവിൽ തന്നെ മുസ്ലിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള പദ്ധതി ഇസ്ലാമിലുണ്ട്. ആ പദ്ധതി അവർ ജീവിതത്തിൽ പകർത്തണമെന്ന നിരന്തരമായ ഉത്ബോധനമുണ്ട്. ആ ഉത്ബോധനം ഒരു മുസ്ലിമിനെ ഈ ദുനിയാവിൽ തന്നെ കാര്യബോധമുള്ളവനും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്നവനുമാക്കുന്നു. അതാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം. അപ്പോൾ ഇസ്ലാം ജീവിതത്തെ ഒന്നിച്ചു കാണുകയും ആ മുഴു ജീവിതത്തെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിധേയമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ മതങ്ങൾ ജീവിതത്തിൻ്റെ ചില വശങ്ങളിൽ ഊന്നുന്നു. അതിനപ്പുറമുള്ള ഭാഗങ്ങളെ സംബന്ധിച്ച് അവർ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയും ചെയ്യുന്നു. മതങ്ങൾ ജീവിതത്തിൻ്റെ ചില വശങ്ങളിൽ നോട്ടമിടുമ്പോൾ ഇസ്ലാം മുഴു ജീവിതത്തെയും ഒന്നിച്ചു കാണുന്നു. ഈ 2 കാരണങ്ങളാലും ഇസ്ലാം കേവലം ഒരു മതമല്ല. അപ്പോൾ ഇസ്ലാം ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ മറുപടി, ഇസ്ലാം ഒരു മതമാണ്. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന മതങ്ങളെപ്പോലെ ഒരു മതം എന്ന് പറയാൻ കഴിയില്ല. അതിന് അതിൻ്റേതായ സവിശേഷതകളും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട്. ആ സവിശേഷതകളും ആ പ്രത്യേകതകളും ആ മതത്തിൻ്റെ ആളുകൾ മനസ്സിലാക്കിയ കാലത്ത് ഈ സവിശേഷതകളും ആ പ്രത്യേകതകളുമുള്ള ഒരു സമൂഹമായിരുന്നു ആ ഇസ്ലാമിൻ്റെ ആളുകൾ. ഈ സവിശേഷതകളിൽ നിന്നും പ്രത്യേകതകളിൽ നിന്നും മുസ്ലിം സമൂഹം അജ്ഞരായ കാലത്ത് മാത്രമാണ് മറ്റ് സമുദായങ്ങളെപ്പോലെ ഒരു സമുദായമായി മുസ്ലിങ്ങളും മതപ്പതിച്ചിട്ടുള്ളൂ. ഈ ഒരു കാര്യം മുസ്ലിം സമൂഹം വളരെ ശക്തവും വ്യക്തവുമായ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനെ ബലപ്പെടുത്തുന്ന ധാരാളം അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഏതിനെ?
ജീവിതം മുഴുക്കെ അള്ളാഹുവിന് സമർപ്പിക്കലാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത്. അങ്ങനെ അള്ളാഹുവിനുള്ള ഇവിടെ തന്നെ നമ്മൾ പലവട്ടം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പലവട്ടം ആവർത്തിച്ച ഒരു കാര്യം, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ അരക്കിട്ടുറപ്പിച്ച് പണിതുയർത്തി അരക്കിട്ടുറപ്പിച്ച് നിലനിർത്തുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ അരക്കിട്ടുറപ്പിച്ച് നിലനിർത്തി അതിൻ്റെ താല്പര്യമായി അവൻ ഏത് കാര്യത്തിലൊക്കെ ഏർപ്പെടുന്നുവോ ആ കാര്യമൊക്കെയും പുണ്യമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പുണ്യത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. മതങ്ങളുടെ പുണ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പുണ്യം ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പരിമിതമാണ്, ചില കാര്യങ്ങളിൽ പരിമിതമാണ്. ഇസ്ലാമിൻ്റെ പുണ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പുണ്യം ജീവിതത്തോളം തന്നെ വിശാലമാണ്. നിങ്ങൾ അള്ളാഹുവിനുള്ള അനുസരണത്തിലാണെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ഒരു കർമ്മവും നാം വൃഥാവിലാക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം, അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടന്നിട്ടാണ് സാക്ഷാൽ നമസ്കാരമെങ്കിലോ അതുപോലും പുണ്യകരവുമല്ല. അങ്ങനെയാണ്. അതായത് ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഏതവസ്ഥയിൽ അനുഷ്ഠിച്ചാലും ആത്മീയ കാര്യങ്ങളാകുന്ന കുറേ കാര്യങ്ങൾ, ഇതാണ് മതങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഇസ്ലാമിൻ്റെ സ്വഭാവം അങ്ങനെ ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പ്രത്യേകം ഒരു ഭാഗത്ത് അങ്ങനെ നിലനിൽക്കുന്നില്ല. ജീവിതം മുഴുക്കെ പുണ്യമാക്കാം നിങ്ങളുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ, നിങ്ങൾ നിറവേറ്റുന്നതും കാര്യങ്ങൾ നിർവഹിക്കുന്നതും നിങ്ങളുടെ നാഥൻ്റെ നിർദ്ദേശമനുസരിച്ചാണെങ്കിൽ ജീവിതം മുഴുക്കെ പുണ്യമാക്കാം. മുഴുവൻ ആത്മീയ കാര്യമാണ്. മതങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതം മുഴുക്കെ ആത്മീയ കാര്യമാണ്. അപ്പം കച്ചവടവും ആ ഗണത്തിൽപ്പെട്ടതാണ്, കൃഷി ആ ഗണത്തിൽപ്പെട്ടതാണ്, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികം എല്ലാം അള്ളാഹുവിനുള്ള അനുസരണത്തിൻ്റെ താല്പര്യത്തിന് വിധേയമാണെങ്കിൽ പുണ്യകാര്യമാണ്. ഏത് പുണ്യകാര്യമായതുപോലെ നമസ്കാരം പുണ്യകാര്യമായതുപോലെ. അതേസമയം ഈ സാക്ഷാൽ നമസ്കാരം തന്നെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച പ്രചോദനമല്ല ഒരാൾ നമസ്കാരത്തിൽ ഏർപ്പെടുമ്പോൾ അയാളുടേതെങ്കിൽ ആ നമസ്കാരം തന്നെ മതിയാകും അയാൾ നാശാകാരിയാകാൻ. ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം എന്നല്ല പറഞ്ഞിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ അള്ള വെച്ച വ്യവസ്ഥകൾ ലംഘിച്ചപ്പോഴാണ്. അപ്പോൾ അള്ള വെച്ച വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും പുണ്യം. ഇതാണൊരു മുസ്ലിം എത്രമാത്രം ഭാഗ്യവാനാണ്. കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ കുല്ല യൗമിൻ തത്ലുഉ ഫീഹി അശ്ശംസു വതഅദിലു ബൈന ഇസ്നൈനി സദഖ വതുഈനു الرجل على دابته وتحمله عليها أو ترفع له عليها متاعه صدقة وأمر بالمعروف صدقة ونهي عن المنكر صدقة وفي كل بضع صدقة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരുപാട് ഹദീസ് കാണാം. സാമാന്യം ദൈർഘ്യമുള്ള സമഗ്രമായ ഒരു ഹദീസിൻ്റെ ചില ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നേരം പുലരുന്ന ഓരോ ദിവസവും രണ്ടാളുകൾ തമ്മിൽ നീതിപൂർവകമായി ഇടപെടുന്നത് പുണ്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, നേരം പുലരുന്ന ഓരോ ദിവസവും രണ്ടാളുകൾ തമ്മിൽ നീതിപൂർവകമായ ഒരിടപാട് നടത്തുന്നത് പുണ്യമാണ്. നന്മ കൽപ്പിക്കുന്നത് പുണ്യമാണ്, തിന്മ വിരോധിക്കുന്നത് പുണ്യമാണ്. വാഹനത്തിൻ്റെ മുകളിലേക്ക് ഒരാളെ കൂടെ കയറ്റി കൊണ്ടുപോകുന്നത് പുണ്യമാണ്. അല്ലെങ്കിൽ വാഹനത്തിലേക്ക് ചരക്ക് കയറ്റാൻ ബുദ്ധിമുട്ടുന്ന ഒരാളെ സഹായിക്കുന്നത് പുണ്യമാണ്. റസൂലുള്ള പുണ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വഫീ കുല്ലി ഖത്വത്തിൻ തംശീഹാ ഇല സ്വലാത്തി സദഖ, പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിയും പുണ്യമാണ്. അത് നമുക്ക് വേഗം മനസ്സിലാവും. പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിയും പുണ്യമാണ്, അത് നമുക്ക് മനസ്സിലാവും. അതേസമയം വാഹനത്തിൽ യാത്ര, ഒരാൾ നടന്നു പോകാണ്, ഒരാൾ ബൈക്കിൽ പോകാണ്, വേറൊരാൾ നടന്നു പോകാണ്, രണ്ടാളും ഒരേ സ്ഥലത്തേക്കാണ് എന്ന് രണ്ടുപേർക്കും അറിയാം. പൈസ കൊടുത്ത് പിശുക്കനായതുകൊണ്ടല്ലേ നടക്കേണ്ടി വന്നത്, നടക്കട്ടെ എന്ന് വിചാരിക്കാം നമുക്ക്. അയാളുടെ പിശുക്കും അയാളും അയാളുടെ ലോകം പോട്ടെ, നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മൾ അയാളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ കയറ്റി കൊണ്ടുപോകുന്നുവെങ്കിൽ അത് പുണ്യമാണ്. വാഹനത്തിൻ്റെ മുകളിലേക്ക് ചരക്ക് കയറ്റാൻ പ്രയാസപ്പെടുന്ന ഒരാളെ നമ്മൾ സഹായിച്ചാൽ അത് പുണ്യമാണ്. ഇതിൻ്റെ കൂടെയാണ് അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത് പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ കാലടിയും പുണ്യമാണ്. അപ്പോൾ പുണ്യത്തെക്കുറിച്ചുള്ള മതങ്ങളുടെ സങ്കല്പം വെച്ചുകൊണ്ട് പുണ്യത്തെക്കുറിച്ചുള്ള പ്രവാചകന്റെ വിവരണം കേട്ടാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാം ഒരു മതമല്ല, ഇസ്ലാം മതങ്ങളുടെ പരിമിതികളില്ലാത്ത, തുല്യതയില്ലാത്ത ഒരു മതം എന്ന് നമുക്ക് ഇസ്ലാമിനെ പറ്റി പറയാം. ആ തുല്യതയില്ലാത്ത മതത്തിൻ്റെ തുല്യതയില്ലാത്ത ഉൽപ്പന്നം എന്ന ഗുണം മുസ്ലിം സമൂഹങ്ങൾ ഈ ഇതര മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുന്നിടത്ത് പ്രകടമാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്
നമ്മുടെ ഇസ്ലാം അധ്യാപനങ്ങളിൽ തുല്യതയില്ലാത്തതാണെങ്കിലും നമ്മളുടെ ജീവിതം മതങ്ങളുടെ ഫ്രെയിമിൽ വാർത്തെടുക്കപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ്. പുണ്യത്തെക്കുറിച്ച് പാരമ്പര്യ പൗരോഹിത്യ മതങ്ങൾ എന്താണോ പറഞ്ഞത് അവിടെയാണ് നമ്മുടെ മനസ്സുമുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് പോയിട്ടില്ല. അതിനപ്പുറത്തേക്ക് കൂടി നമ്മുടെ ബുദ്ധിയും ബോധവും പോവുകയും ജീവിതത്തെ മുഴുക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് മുഴുവൻ പുണ്യമാക്കാൻ മാക്കാൻ കഴിയുമെന്നും, അങ്ങനെ ജീവിതം മുഴുവനും അള്ളാഹുവിന് നൽകാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നുമുള്ള ഒരു വലിയ അധ്യാപനം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മറന്നുപോയിട്ടുണ്ട്. നമ്മൾ ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരം ഉൾപ്പെടെയുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും ജീവിതമാകുന്ന സാക്ഷാൽ ഇബാദത്തിന് നമ്മളെ സജ്ജമാക്കാനുള്ളതാണ് എന്ന പരമസത്യം നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. നമ്മൾ ഈ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇബാദത്തുകളും ജീവിതമാകുന്ന ഇബാദത്തിന് നമ്മളെ സജ്ജമാക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹ്ക്ക് വേണ്ടത് 10 മിനിറ്റ് നേരത്തെ നമസ്കാരം എന്ന ഇബാദത്തല്ല, മുഴു ജീവിതവും അള്ളാഹുവിനാവുക എന്ന ഇബാദത്താണ്. ഇതാണ് മതങ്ങളും ഇസ്ലാമും തമ്മിൽ ആ വശത്തിൽ വിശകലനം ചെയ്യുമ്പോൾ വേർപെട്ട് കാണാവുന്ന ചില പ്രത്യേകതകൾ. അതിൻ്റെ മറ്റ് ചില ഭാഗങ്ങളെപ്പറ്റി മറ്റ് ചില സന്ദർഭങ്ങളിൽ പറയാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.